ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. ടാറ്റാ മോട്ടോഴ്സ് എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ മനോവിഷം ഉണ്ടാകുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. താട്ടൊരു പഴയ വണ്ടിയെ പുതുക്കി പണിത് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്ഗ്രേഡ് വർഷം എന്നാണ് പറയുന്നത്. അപ്പൊ കളേഴ്സ് ഒക്കെ കൊള്ളാം, കിടുക്കാച്ചിയാണ്. ഡോറ് തുറക്കുമ്പോൾ നെഞ്ചുരുകുന്ന കാഴ്ചയാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, സ്റ്റിയറിംഗ് വീല് നോക്കിയേ, വേറെ ലെവല്. അത്രേ പറയാനുള്ളൂ. ഞാൻ പഴയ കസ്റ്റമറാണ് ടാറ്റ EV-യിൽ. അതിലൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് പുതിയ വണ്ടിയിൽ. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എന്തായാലും മനുഷ്യനെ ഇങ്ങനെ എന്തിനാ വിഷമിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആ സീറ്റ് കാണണം കേട്ടോ, വേറെ ലെവല്. പിന്നെ ബാക്കി ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല, പഴയ മാതിരി സംഭവങ്ങൾ തന്നെ. അരമാൻ്റെ സ്റ്റീരിയോ, പഴയ സ്വിച്ചസ്, അതൊക്കെ പഴയ മാതിരി തന്നെ. ആ സന്തോഷം. പക്ഷെ മനസ്സിന് വീണ്ടും വിഷമം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ സ്റ്റിയറിംഗ് വീല്. ഇത്രയും സ്മൂത്ത് ടച്ച്, വേറെ ഫീൽ ലെവലാണ്. പിന്നെ സംശയം, പിന്നെ മോട്ടോർ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് എല്ലാം പഴയ മാതിരി തന്നെ കേട്ടോ. അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. 73.75 bhp, 114 Nm ടോർക്ക്, 55 kW. ഒന്ന് അത്ര തന്നെ. പിന്നെ ഇത് ഓടിച്ചു നോക്കണം, എങ്കിൽ മാത്രമേ മനുഷ്യന് മനസ്സമാധാനമുള്ളൂ. ഇത് നമ്മൾ ഓടിക്കാൻ പോകുന്ന ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇതൊരു ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇതിൽ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സന്തോഷം. പുഷ് ബട്ടണൊക്കെ പഴയത് തന്നെ. പക്ഷേ കിടുക്കാച്ചി സെറ്റപ്പ് എന്ന് വെച്ചാൽ ഓൺ ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേ ഉണ്ട്, ടാറ്റ ലോഗോ വരുന്നുണ്ട്. അത് ലെവല് വേറെ. പിന്നെ ഡിസ്പ്ലേ ഉണ്ട്, ഈ കാണുന്ന ഡിസ്പ്ലേ ഉണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ സാധനം. ഞാൻ നേരത്തെ കാണിച്ച ഹർമാൻ്റെ ഇതിൽ പഴയ വണ്ടിക്കൊന്നും നമുക്ക് വീഡിയോസ് ഒന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, പാട്ട് കേൾക്കാം, അത്രയേ ഉള്ളൂ. ഇതിലില്ലാത്ത പരിപാടിയില്ല. അതും നല്ല അപ്ഗ്രേഡാണ് കേട്ടോ. അപ്പം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന EV-യിൽ ഒന്നാണ് ടാറ്റ ടിയാഗോ EV. പക്ഷേ അത് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കുഞ്ഞ വണ്ടിയിലും വൻ സെറ്റപ്പാണ്. അപ്പം 2025 ഈ വണ്ടി കച്ചവടം പൊടിക്കും. ടാറ്റയ്ക്ക് നന്നായിട്ട് അറിയാം കസ്റ്റമറിൻ്റെ പൾസും പിന്നെ മാർക്കറ്റിൻ്റെ ഒരു രീതിയും. അപ്പം അവരത് അനുസരിച്ച് അപ്ഗ്രേഡ് തന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം, നമുക്ക് മൊബൈൽ മാറും മാതിരി കാറൊന്നും മാറാൻ പറ്റത്തില്ല. പഴയ യൂസേഴ്സിനൊക്കെ ഇത് കാണുമ്പോൾ കുറച്ച് വിഷമം എനിക്കുള്ളത് മാതിരി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെ പഴയ വണ്ടി ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സെയിം മോട്ടറാണ്, സെയിം ബാറ്ററി പാക്കാണ്, എവറിത്തിങ് സെയിം ആണ്. കുറച്ച് കാര്യങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഓടിച്ച് നോക്കണം, ഇതിന് എന്തെങ്കിലും പെർഫോമൻസ് വ്യത്യാസം ഉണ്ടോന്ന്. നമ്മുടെ കീ വരെ പഴയതാണ് കേട്ടോ, കീയിലും മാറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പോൾ ഇത് ഓടിച്ച് പറപ്പിക്കണം, അത് മാത്രം ലക്ഷ്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് ടോപ്പ് എൻഡ് വണ്ടിയിൽ ഹിൽ ഹോൾഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. പഴയ വണ്ടിയിൽ അത് ഇല്ലായിരുന്നു കേട്ടോ. വണ്ടി പുറകോട്ട് വരുന്ന സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിൽ ഹോൾഡൊക്കെ ആക്റ്റീവ് ആകുമ്പം നമുക്ക് എവിടെയും കയറ്റത്തും ഇറക്കത്തും ട്രാഫിക്കിലൊക്കെ വയ്ക്കാൻ പറ്റും, വണ്ടി ഉരുണ്ട് പോകത്തില്ല. പിന്നെ സീറ്റ് അഡ്ജസ്റ്റർ ഉണ്ട്, പഴയ വണ്ടിയിലുള്ള സാധനമാണ്. ഇനി ഓടിച്ച് നോക്കുമ്പോൾ നല്ല ഒരു ഫീലാണ്, ഡ്രൈവ് സ്മൂത്താണ് കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് കുറച്ചും കൂടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, പഴയ വണ്ടിയിൽ ഇല്ലാത്തൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടോർക്ക് ഹെവി, സ്പോർട്സ് മോഡിട്ട് ഞാൻ പറക്കണം കേട്ടോ. ഈ വാഹനത്തിൽ ഏറ്റവും